തൃശ്ശൂരിനൊരു സഹമന്ത്രി, കേരളത്തിന് 2 സഹമന്ത്രിമാർ. മോദി 2.0യുടെ കാര്യമല്ല പറയുന്നത്, മോദി 3.0യിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ വട്ടം രാജീവ് ചന്ദ്രശേഖരൻ, നമ്മുടെ തിരുവനന്തപുരത്ത് തോറ്റ രാജീവ് ചന്ദ്രശേഖരനും അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിൻ്റെ വില കൂടുമ്പോൾ ഇവിടെ കുറയുകയാണ് എന്ന് പറഞ്ഞ വി മുരളീധരനുമായിരുന്നു സഹമന്ത്രിമാർ. ഇത്തവണ ജനഹിതമനുസരിച്ച് ലോകസഭയിലൂടെ സുരേഷ് ഗോപി സഹമന്ത്രിയാവുകയാണ്. രാജ്യസഭയിലൂടെ ആയിരിക്കണം ജോർജ് കുര്യനും സഹമന്ത്രിയാവുകയാണ്. ജോർജ് കുര്യന് എങ്ങനെയാണ് സഹമന്ത്രിയാവാൻ സാധിക്കുന്നത്? ഈ ഒരു ലോകസഭാ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരം, സഹമന്ത്രിയാവാൻ രാജ്യസഭയിൽ നിന്നും ഭരിക്കുന്ന പാർട്ടിക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആയിരിക്കണം ജോർജ് കുര്യൻ ഇനി ഇന്ത്യയുടെ സഹമന്ത്രിയാവാൻ പോകുന്നത്. 6 മാസത്തെ കാലയളവാണ് ഇതിനായിട്ട് ജോർജ് കുര്യന് കിട്ടുക. ഒന്നല്ലെങ്കിൽ രാജ്യസഭയിലെ ഒരു MP ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എലക്ഷൻ, ഒരു റീ എലക്ഷൻ, ഇപ്പോൾ സിറ്റിംഗ് സീറ്റിൽ ഏതെങ്കിലും ഒരാളെ പിൻവലിച്ച് അവിടെ എലക്ഷൻ നടത്തി ജയിച്ചിട്ടൊക്കെ വരണം. അതിനെന്തായാലും BJP മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. സോ രാജ്യസഭയിലൂടെ ആയിരിക്കണം ജോർജ് കുര്യനും അങ്ങനെ ഇന്ത്യയുടെ സഹമന്ത്രിയാവുകയാണ്. ഇതിൽ നിന്നും BJP പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കും ഞങ്ങൾ അവസരങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുമ്പും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. അൽഫോൺസ് കണ്ണന്താനമൊക്കെ ഇന്ത്യയുടെ സഹമന്ത്രി ആയിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് പദവി കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം കേരളത്തിലൊരു വിജയം എന്ന് പറയുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല. അതും സുരേഷ് ഗോപി മത്സരിച്ചിട്ടുള്ളതും നിസ്സാരക്കാരോടല്ല. VS സുനിൽകുമാറും K മുരളീധരനും ഒക്കെ നിൽക്കുന്ന ഒരു മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി 75,000 വോട്ടുകളോടെ വിജയിച്ചു വന്നത്. സുരേഷ് ഗോപിയും ആക്ച്വലി ചിന്തിച്ചിട്ടുണ്ടാവണം ഒരു കേന്ദ്രമന്ത്രി ആവുമല്ലോ ഞാനെന്നൊക്കെ. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ട് ശേഷമാണ് സുരേഷ് ഗോപിക്കൊരു വെളിപാടുണ്ടാകുന്നത്. എനിക്ക് 4-5 സിനിമകൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ, അപ്പം ഞാനെങ്ങനെ ഒരു പൂർണ്ണ ജനസേവനത്തിനിറങ്ങും. ഇന്ന് ഞാനിപ്പോൾ കേട്ടു, എല്ലാ സെറ്റിലും പുള്ളി ഒരു ഓഫീസ് തുടങ്ങും, ഒരു MP ഒരു ഓഫീസ് തുടങ്ങും എന്നൊക്കെ ഞാൻ ന്യൂസിൽ കേട്ടു. തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്തൊക്കെ തന്നെയായാലും ഒരു MP ആയി മാത്രം നിൽക്കാനല്ല എന്നുള്ളത് ഉറപ്പാണ്. കേന്ദ്രമന്ത്രി പദം ആഗ്രഹിക്കുന്ന തൃശ്ശൂരുകാർ തന്നെയാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ കമ്മിറ്റ്മെൻറ്റ് സിനിമ ചെയ്യലാണ്, അല്ലാതെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് മോദിയുടെ ഒരു കോൾ വരുന്നത്. ഉടൻ തന്നെ തലസ്ഥാനത്തോട്ട് എത്തിക്കൊള്ളണം. സുരേഷ് ഗോപി നേരെ ചെന്നു. എന്തൊക്കെ തന്നെയായാലും മോദി നേരിട്ട് വിളിക്കുകയാണല്ലോ. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ തന്നെ ആയിരിക്കും എന്നെ ആക്കാൻ പോകുന്നത്. വലിയ ശല്യമായാലോ വലിയ പൊല്ലാപ്പായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് സുരേഷ് ഗോപി അങ്ങ് തലസ്ഥാനത്തെത്തി. എന്നാൽ തലസ്ഥാനത്തെത്തിയപ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് നമ്മളും സുരേഷ് ഗോപിയും മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് പദവിയൊന്നുമല്ല, സഹമന്ത്രി പദം തന്നെയാണ്. ഇതുവരെ ജയിക്കാത്ത രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും കിട്ടിയ അതേ സഹമന്ത്രി പദം തന്നെയാണ് സുരേഷ് ഗോപിക്കും വെച്ച് നീട്ടിയിട്ടുള്ളതെന്ന്. അതിലൊരു അതൃപ്തി സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിരുന്നു. അത് പോരാ എന്നുള്ളതാണോ അതോ ഇതന്നെ വലിയ പൊല്ലാപ്പാണ് എന്നുള്ളതാണോ എന്നറിയില്ല. എന്തൊക്കെ തന്നെയായാലും ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇന്നലെയാണ് ഏതൊക്കെ പദവികളാണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനും സഹമന്ത്രിമാർക്കും എന്നുള്ളത് തീരുമാനമായത്. വലിയ മാറ്റങ്ങളൊന്നും BJP വരുത്തിയിട്ടില്ല. കേരളത്തിന് 2 സഹമന്ത്രിമാരെന്ന് പറഞ്ഞല്ലോ. അതുപോലെ 2.0യിലെ അതേ അവസ്ഥ തന്നെയാണ് 3.0യിലും. എല്ലാ മെയിനായിട്ടുള്ള മിനിസ്റ്റേഴ്സും BJPയുടേത് തന്നെയാണ്. സഖ്യകക്ഷികൾക്കൊന്നും അത്ര വിലയൊന്നും BJP നൽകിയിട്ടില്ല ഇത്തവണയും. അമിത് ഷാ ഹോം മിനിസ്റ്ററായിട്ടും രാജ്നാഥ് സിംഗ് പ്രതിരോധമായിട്ടും ഫിനാൻസ് മിനിസ്റ്ററായി നിർമ്മല സീതാരാമനും വിദേശകാര്യമായിട്ട് ജയശങ്കറും എന്തൊക്കെ പണി ഇവരെടുത്തിരുന്നോ അത് തുടരാനാണത്രേ മോദിയുടെ കൽപ്പന. സുരേഷ് ഗോപിക്ക് ലഭിച്ചത് 2 വകുപ്പുകളാണ്, ടൂറിസവും പെട്രോളിയവും. കേരളത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള 2 കാര്യങ്ങൾ തന്നെയാണ് ഈ ടൂറിസവും പെട്രോളിയവും. ജോർജ് കുര്യന് ലഭിച്ചത് 3 വകുപ്പുകളാണ്: ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം.
ഈ പറഞ്ഞ 3 വകുപ്പുകളും കേരളത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഫിഷറീസ് ആയിക്കോട്ടെ, മൃഗസംരക്ഷണമായിക്കോട്ടെ, ന്യൂനപക്ഷ ക്ഷേമം ആയിക്കോട്ടെ, ഇതെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്നും വ്യക്തമാണ്, പ്രോപ്പറായിട്ട് കേരളത്തെ പഠിച്ചുകൊണ്ട് തന്നെയാണ് BJP ഇത്തരം റോളുകൾ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും നൽകിയിട്ടുള്ളത്. കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സിനിമകൾ പൂർത്തിയാക്കണമെന്നാണ് പ്രധാനമന്ത്രി നേരിട്ട് സുരേഷ് ഗോപിക്ക് നൽകിയ ഡെഡ് ലൈൻ. സുരേഷ് ഗോപി എന്തൊക്കെ തന്നെയായാലും സിനിമകൾ ചെയ്ത് ഒരുപാട് വിജയങ്ങൾ കൊയ്ത ഒരു നായകനാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു കളക്ടറായിട്ടും പോലീസുകാരനായിട്ടും മന്ത്രിയായിട്ടുമൊക്കെ സിനിമയിലും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ റിയാലിറ്റിയിലോട്ട് കടക്കുമ്പോൾ ഇതൊരു ആക്ഷനിലും കട്ടിലും നിൽക്കുന്ന ഒരു കാര്യമല്ലെന്നും ഇതിന് കഠിനമായ പരിശ്രമം വേണമെന്നും അദ്ദേഹം മനസ്സിലാക്കുമെന്ന് നമുക്ക് കരുതാം. മോദി 3.0 എന്നാൽ ഒരു സഖ്യകക്ഷി സർക്കാരാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഈ രാജ്യം തീരെഴുതി കൊടുക്കാൻ ഇന്ത്യൻ ജനത തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ ഇംഗിതത്തിനനുസരിച്ചിട്ടുള്ള ഒരു സർക്കാരായിരിക്കണം മോദിയുടേത്. ഈ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും അവരുടെ റോളുകളുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് TDPക്കും JDUവിനുമൊക്കെ അത്ര വലിയ വിലയൊന്നും BJP കൊടുത്തിട്ടില്ല. 2.0 സഖ്യകക്ഷികളോടുണ്ടായിരുന്ന ഒരു സമീപനം പോലെയൊക്കെ തന്നെയാണ് 3.0 തോന്നുന്നത്. ഈ ഒരു രീതിയിലാണ് NDAയിലെ മറ്റ് സഖ്യകക്ഷികളെ BJP ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇനിയുള്ള 5 കൊല്ലം BJP ഒന്ന് വേർക്കും. NDA കൺവീനർ ആരായിരിക്കും? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ്. ഈ എല്ലാ സഖ്യകക്ഷികളെയും ചേർത്തുകൊണ്ട് ഒരു മുന്നണി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ കൺവീനറുടെ ഉത്തരവാദിത്വമാണ്. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ NDA കൺവീനർ എന്നുള്ള സ്ഥാനമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോദിയുടെ ഫോട്ടോയ്ക്കൊപ്പം, മോദിയുടെ ആ ഒരു എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ പരിപാടിയൊന്നും നടക്കില്ല. NDAയുടെ പരിപാടിയിലെല്ലാം മോദിയുടെ ഫോട്ടോയ്ക്കൊപ്പം ചന്ദ്രബാബു നായിഡുവിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരിക്കലും മോദിയെ പോലെയുള്ള ശക്തനെന്ന് സ്വയം നടിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യയെ കാണിക്കാൻ ഭാവിക്കുന്ന ഒരു നേതാവിന് അംഗീകരിക്കാനാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ വീഡിയോയുടെ ഒരു കമൻ്റായിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, ഒരു അവലോകനമൊക്കെ നടത്തുമ്പോൾ ഫുൾ നെഗറ്റീവ് പറയാതെ BJP തൃശ്ശൂരിൽ കൊണ്ടുവരാൻ പോകുന്ന വികസനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൂടെ എന്ന്. ഒരിക്കലും ഒരു BJP എന്ന് പറയുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വിശ്വാസികളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ത് കൊണ്ടുവന്നാലും അതൊരു അവസരവാദ രാഷ്ട്രീയമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. വിമർശനങ്ങൾക്ക് അതീതമായിട്ട് ഒരു പാർട്ടിയും ഇന്നേ വരെ ഇന്ത്യയിലുണ്ടായിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു ഏകാധിപത്യത്തിൻ്റെ തുടക്കമായിരിക്കും. ഇന്ത്യയിൽ അതല്ല എന്ന് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയവും മോദിയുടെ 3.0 രാഷ്ട്രീയവും എന്നും എല്ലായ്പ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കും.